ജോമാറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ഇഗ്നൗ ബികോം എഫിൻ്റെ BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ്. അതിൽ ബ്ലോക്ക് 1-ൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്, അതിൽ യൂണിറ്റ് 1-ൽ നമ്മൾ കാണുന്നത് ഇൻട്രഡക്ഷൻ ടു ബിസിനസ്സാണ്. അവിടെ എന്താണ് ബിസിനസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. അതിൽ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതിൽ എന്താണ് ബിസിനസ്, ഇനി എന്താണ് ഇൻഡസ്ട്രി, കൊമേഴ്സ്, ഇവയെല്ലാമാണ് യൂണിറ്റ് 1-ൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, യൂണിറ്റ് 1-ൽ ഇൻട്രഡക്ഷൻ ടു ബിസിനസ്. ഇപ്പം നമുക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്, കൊമേഴ്സ്, ട്രേഡ്, ഇൻഡസ്ട്രി, അങ്ങനെ പല വാക്കുകൾ നമ്മൾ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ഈ യൂണിറ്റിൽ നമ്മൾ ഓരോ വേർഡിൻ്റെയും എക്സാക്റ്റ് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് റോൾ ഓഫ് എൻ്റർപ്രണർ ഇൻ ബിസിനസ്, ഇവയെല്ലാമാണ് നമ്മൾ യൂണിറ്റ് 1-ൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അത് നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെ രണ്ടായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ രണ്ടായിട്ട് നമുക്ക് പറയാം. ഇക്കണോമിക് ആക്ടിവിറ്റീസുണ്ട്, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസുമുണ്ട്. എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്? ഇക്കണോമിക് നമ്മുടെ ഫിനാൻഷ്യൽ ഗെയിൻ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസാണ്. ഒരു പെർഫോം ടു ഫുൾഫിൽ സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് മെൻ്റൽ നെസസിറ്റീസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആയിരിക്കുകയില്ല. കൂടാതെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വരുന്ന എന്താണ്? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്, ഇവയെല്ലാമാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇനി നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ് വരുന്നത് നമുക്ക് നോക്കാം. ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, വോളണ്ടറിലി സ്കില്ലിംഗ്, ഇവയെല്ലാം അതായത് സോഷ്യൽ അല്ലെങ്കിൽ മറ്റ് സൈക്കോളജിക്കൽ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ മെൻ്റൽ നെസസിറ്റീസ്, മറ്റൊരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഒരു ലവ് ആൻഡ് അഫെക്ഷൻ വെച്ച് ഒരു ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിനെയാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന. അതിൻ്റെ ഉദ്ദേശം, നമ്മുടെ അൾട്ടിമേറ്റായിട്ട് ഉദ്ദേശം നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും. അല്ല, ഇത്രയും എഴുതുക. അടുത്തത് ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മെയിൻ മോട്ടോ എന്തായിരിക്കും, അല്ലെങ്കിൽ ഉദ്ദേശം എന്തായിരിക്കും? ഏണിങ്സ്, മണി, അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ലിവ്ലിഹുഡിന് വേണ്ടിയുള്ള സമ്പാദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു ഡോക്ടർ ജോലി ചെയ്യുന്നത് സാലറി കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ഇതാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടു, അതിൻ്റെ അർത്ഥം കണ്ടു, മീനിങ്. ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ പെർഫോംഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിനാണ്, അല്ലേ? സാമ്പത്തികമായിട്ട് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യം. ഇനി നോൺ ഇക്കണോമിക്കോ, അത് നമ്മുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല മെയിനായിട്ടുള്ള ഉദ്ദേശം. പകരം ടു ഫുൾഫിൽ സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് മെൻ്റൽ നെസസിറ്റീസ്, അതിനോട് നമ്മൾ NGO ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെയാണ്. അതാണ് ഇത് രണ്ടും അർത്ഥം. ഇനി പർപ്പസ് എന്താണ്? ഫിനാൻഷ്യൽ മോട്ടീവാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ പർപ്പസ്. ഇനി നോൺ ഇക്കണോമിക്കിലോ സോഷ്യൽ ആൻഡ് മെൻ്റൽ നീഡ്സ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്കം, എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്? ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റീസ് ഡിസമിനേഷൻ, വ്യാപിപ്പിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഔട്ട്കം എന്താണ്? നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, ഇനി എന്താണ് ഒരു മെഷർമെൻറ്റ്, എന്താണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് മെഷേർഡിനെ ഫിനാൻഷ്യൽ ടൈംസ് ആണ്. നമുക്ക് കിട്ടുന്ന പ്രതിഫലം അനുസരിച്ച് അതിൻ്റെ കണക്ക് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ നോക്കുന്നതോ പേഴ്സണൽ ഫുൾഫിൽമെൻ്റ് ആണ്.
നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അടുത്ത് നമ്മൾ കാണുന്നു സെക്ടർ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അച്ചീവ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലേ? പ്രൊഡക്ഷൻ കിട്ടി, വിറ്റു, അതിലൂടെ നമ്മൾ ഫിനാൻഷ്യൽ ഏണിങ്സ് ഉണ്ടാക്കുന്നു. ഇതാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇതിൽ മൂന്ന് ഡിവിഷൻസാണുള്ളത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി. ഇത് മൂന്നും ലിങ്ക്ഡ് ആണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാൻ സാധിക്കില്ല. ഇനി പ്രൈമറി സെക്ടർ എന്താണ് പറയുന്നത്? പ്രൊഡക്ഷൻ ആവശ്യമായ മെറ്റീരിയൽസ് വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. നമുക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒരു മെറ്റീരിയൽ വേണം, അത് വിഡ്രോ ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞാലോ, പ്രൈമറി ആ മെറ്റീരിയൽസ്, പ്രൈമറിയിൽ നിന്നും ആ റോ മെറ്റീരിയൽ നമ്മൾ സ്വീകരിച്ചു, ഇവിടെ നമ്മൾ അത് വേറൊരു കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് കിട്ടി, അത് പ്രൈമറിയാണ്. അതിൽ നിന്നും നമ്മൾ വേറൊരു കാര്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഇനി ടെറിട്ടറി എന്ന് പറയുന്ന കിട്ടിയ സാധനങ്ങൾ റീറ്റെയിലായിട്ടും മറ്റ് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വിൽക്കുന്നു. ഇവയാണ് ഈ മൂന്ന് സെക്ടർ. ഇത്രയും ഓർക്കുക. അടുത്ത് നമ്മൾ കാണുന്നതാണ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ കണ്ടിരുന്നു ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അല്ലേ? അതിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എനി ആക്ടിവിറ്റി ക്യാരിഡ് പ്രൈമറിലി വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. നമുക്ക് ലാഭം മുൻനിർത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്തു ആയിക്കോട്ടെ. ഇനി പ്രവൃത്തി ചെയ്യുന്നയാളെ എന്ത് വിളിക്കുന്നു? ബിസിനസ്മാൻ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത പ്രൊഫഷൻ. എന്താണ് പ്രൊഫഷൻ? ഒരു പ്രത്യേക സ്കില്ലിൽ ഒരാൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു ടീച്ചറുടെ പ്രൊഫഷൻ എന്താണ്? ടീച്ചിങ് ആണ് പ്രൊഫഷൻ. അതാണ് പ്രൊഫഷനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. ഇനി എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പല തൊഴിൽ മേഖലയുമുണ്ട്, അല്ലേ? എംപ്ലോയ്മെൻറ്റ് പല തൊഴിൽ മേഖലയുമുണ്ട്. അവിടെ എംപ്ലോയേഴ്സ് ഉണ്ട്, തൊഴിലാളി ചെയ്യുന്നു. ഇത്രയാണ് നമ്മളവിടെ വളരെ സിമ്പിളായിട്ട് ഓർത്തിരുന്നെഴുതുക. ഇനി ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അവിടെ നമ്മൾ പറയുന്നു. അടുത്തത് എന്തൊക്കെയാണ്? ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ്, ഫുൾ ടൈമായിട്ട് ചെയ്യുന്നു. ഇനി പാർട്ട് ടൈം ഉണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ല ഷിഫ്റ്റ് അനുസരിച്ച്, അങ്ങനെ പാർട്ട് ടൈമായിട്ട്. ഇനി കാഷ്വൽ എന്ന് പറയുന്നത് എന്താണ്? അടുത്താണ് കാഷ്വൽ എന്ന് പറയുന്നത്. അതായത് ഡിപ്പെൻഡ്സ് ഓൺ ദ നീഡ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ദ ബിസിനസ്. കാഷ്വലായിട്ട് അത്യാവശ്യത്തിന് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു, അർജൻറ്റാണ്, അതിനാണ് കാഷ്വൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കോൺട്രാക്റ്റ് ആണെങ്കിലോ, എഗ്രിമെൻറ്റ് ചെയ്ത് ചില കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ ഒരു പ്രത്യേക ടൈം ഫിക്സ് ചെയ്ത് ഇന്ന സമയത്ത് ഇന്നത് ചെയ്ത് തീർക്കണം. അതാണ് കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് അപ്രൻറ്റിസ്ഷിപ്പ്. നമുക്കൊരു പ്രാക്ടീസ് ഓഫ് ട്രെയിനിങ് ഫോർ ഇൻഡിവിജ്വൽ ഇൻ എ പെർട്ടിക്കുലർ ട്രേഡ് ഓർ പ്രൊഫഷൻ, അല്ലേ? അപ്രൻറ്റിസ്ഷിപ്പ് ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേക ട്രെയിനിങ് കിട്ടും. അതാണ് അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് സീസണൽ എംപ്ലോയ്മെൻറ്റ്. ഓരോ സീസണിനനുസരിച്ചായിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. കാറ്ററിംഗ് ട്രേഡ് അല്ലെങ്കിൽ സീസണൽ വർക്കേഴ്സ് ഒരു പ്രത്യേക സീസണനുസരിച്ച്, ഓരോ സമയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീസൺ എന്ന് പറയുമ്പം ഒരു കല്യാണ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഹോട്ടലും കാറ്ററിംഗുകാർ ആ മേഖലയിലേക്ക് പെട്ടെന്ന് വരും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ കാണുന്നതാണ് ബിസിനസ്. നമ്മൾ കണ്ടു ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളതല്ലേ? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ബിസിനസ്സാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതും നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ. എംപ്ലോയ്മെൻറ്റും പ്രൊഫഷനും സെക്കൻഡറിയാണ്. അതുകൊണ്ട് നമ്മൾ ബിസിനസ്സിനെ കുറിച്ചുകൂടെ പഠിക്കുന്നു. അടുത്താണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. ഇവിടെ നമ്മൾ 5 ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്സാണ് നമ്മളവിടെ കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ്. ബിസിനസ് ഇടപാടുകളുമായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ്, ഇതെല്ലാമാണ് ബിസിനസ് ഇടപാടുകളുമായിട്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ ആൻഡ് ഓർ എക്സ്ചേഞ്ച്. ഒരു കാര്യം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളത് വിൽക്കുന്നു, അതാണ് പ്രൊഡക്ഷൻ. ഇനി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫറൊക്കെ വരുന്നില്ലേ, അത് തന്നെ. അല്ലെങ്കിൽ പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം. എന്തിനു വേണ്ടിയാ? ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങിയെടുക്കുന്ന എക്സ്ചേഞ്ച്. ഇനി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉൽപ്പാദിപ്പിച്ചു കൊണ്ട് വിൽക്കുന്നു, വാങ്ങുന്നു, അതാണ്
അത്രയും എഴുതുക. അടുത്ത തേർഡ് പോയിൻ്റാണ് കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ്. ഇടപാടുകളിലുള്ള തുടർച്ച. അതായത് ഇപ്പം ഒരാളൊരു വീട് വിൽക്കുന്നു, അത് ബിസിനസ് എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വീട് വിൽക്കുന്നു, അങ്ങനെയൊരു കണ്ടിന്യൂസ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ്, ഇടപാടുകളിലുള്ള തുടർച്ച. ഓക്കെ. അടുത്തതാണ് പ്രോഫിറ്റ് മോട്ടീവ്, നാലാമത്തെ. എല്ലാ ബിസിനസ്സിൻ്റെയും മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. നല്ല സർവീസ് കൊടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും നല്ല ലക്ഷ്യം. അതാണ് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ പോയിൻ്റാണ് എലമെൻ്റ് ഓഫ് റിസ്ക്. എല്ലാ ബിസിനസ്സിലും നമ്മൾ റിസ്ക് ഉണ്ട് അല്ലേ? ഇനി ആ റിസ്കിനെ കുറിച്ച് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതായത് ലോസ് ഡ്യൂ ടു ഫയർ, ഒരു തീപിടുത്തമുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇൻഷുർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണം നമ്മൾ ഇൻഷുർ ചെയ്യുന്നു. അത് പ്രഡിക്റ്റബിൾ ആണ് അല്ലേ? നമുക്ക് കണക്ക് കൂട്ടി നമ്മൾ അതുകൊണ്ട് ഇൻഷുർ ചെയ്യുന്നു. ഇനി അടുത്തതുണ്ട് കനോട്ട് ബി കാൽക്കുലേറ്റ്, റിസ്ക് ഉണ്ടാവുമെന്ന് നമ്മൾ അറിയത്തില്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഇൻ ഫാഷൻ, ഷോർട്ട് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, ഇതൊന്നും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് കിട്ടുമല്ലെന്ന് അറിയത്തില്ല. ഇപ്പം നമുക്കറിയാം ഫാഷൻ ഇങ്ങനെ മാറിക്കൊണ്ട് വരിക, അതിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്ഷനും മാറണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പഴയ സാധനങ്ങൾ വിറ്റ് പോകുമോ ഇല്ല, അതൊരു റിസ്ക്കാണ്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അടുത്ത് നമ്മൾ കാണുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ പല ലക്ഷ്യങ്ങളുമുണ്ട്. എന്നാൽ നമുക്ക് മെയിനായിട്ട് അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് വൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് തേർഡ് വൺ ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്? സാമ്പത്തിക ലക്ഷ്യം. അവിടെ പറയുന്നതാണ് ഏണിംഗ് ഓഫ് സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ്. നമുക്ക് കിട്ടുന്ന ഒരു നല്ല സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ് കിട്ടണം, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തെന്താണ്? എക്സ്പ്ലോറിങ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ക്രിയേഷൻ ഓഫ് മോർ കസ്റ്റമേഴ്സ്. ഒത്തിരി കസ്റ്റമേഴ്സിനെ കിട്ടി നല്ല മാർക്കറ്റ് പിടിച്ചാൽ മാത്രമേ ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം എക്സ്പ്ലോറിങ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ക്രിയേഷൻ ഓഫ് മോർ കസ്റ്റമേഴ്സ്. അടുത്തൊരു പോയിൻ്റാണ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ഇൻ ദ ഫേം. നല്ല രീതിയിൽ വളർന്ന് പന്തലിക്കണം, അതായിരിക്കണം ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. അടുത്താണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയാണ് സോഷ്യലി. അവിടെ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. പ്രൊവൈഡിങ് മോർ ആൻഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? ഇപ്പോൾ ലുലു വന്നപ്പോഴത്തേന് ഒത്തിരി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ടു ദ കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക. ഇനി പ്രൊവൈഡിങ് ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്, നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു മാന്യമായ രീതിയിലുള്ള വിലയായിരിക്കണം. ഇനി അടുത്താണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു മാനുഷിക പരിഗണന ഉണ്ടാകണം അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇതാണ് ഈ 3 ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു, അവിടെ ബിസിനസ്സിനെ കുറിച്ച് കണ്ടു, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഉണ്ട്, ഇക്കണോമിക് ആക്ടിവിറ്റീസും കണ്ടു, ബിസിനസ് എന്താണെന്ന് കണ്ടു. ഇവിടെ നമുക്ക് ഇതിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വാട്ട് ഈസ് ദ മെയിൻ ഡിസിഷൻ ബിറ്റ്വീൻ ദി ഇക്കണോമിക് ആൻഡ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഓർക്കുക. പിന്നെ എന്താണ് ബിസിനസ്, പ്രൊഫഷൻ എന്താണ്, എംപ്ലോയ്മെൻറ്റ് എന്താണ്. വളരെ ചുരുക്കത്തിൽ ഇതൊന്ന് ഓർത്തിരുന്ന് വായിക്കുക, പഠിക്കുക. നിങ്ങൾ നോട്ട് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ഇത് പഠിക്കാൻ സാധിക്കും. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നു ഇൻഡസ്ട്രി. എന്താണ് വ്യവസായം? നമുക്ക് അവൈലബിൾ ആയുള്ള മെറ്റീരിയൽ റിസോഴ്സ് വെച്ച് നമ്മളൊരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയിൽ കുറേ അപ്രോച്ചസ് ഉണ്ട്. അതിൽ തന്നെ മെയിനായിട്ട് വരുന്നത് 4 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അവിടെ ഫസ്റ്റ് വൺ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലുള്ളതും ഭൂമിയിലും വായുവിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുന്നു. അതായത് റോ മെറ്റീരിയൽസിനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. ഇതാണ് ഇപ്പോൾ മൈനിങ് ഇല്ലേ? ഇതിനെയാണ്
reproducing and multiplying plants and animals with the objective of earning profit from their sale come under the category. ചെടികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന പോൾട്രി ഫാം, കാറ്റിൽ ബ്രീഡിംഗ് ഫാം, ഫിഷ് കൾച്ചർ, ഇതെന്താ ചെയ്യുന്നത്? നമ്മളത് ഫിഷിനെയൊക്കെ വളർത്തി വീണ്ടും അതിൽ നിന്ന് റിപ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അടുത്ത മാനുഫാക്ചറിങ്. എന്താണ്? റോ മെറ്റീരിയൽസിനെ വേറൊരു ഫൈനൽ പ്രോഡക്റ്റാക്കി മാറ്റി കൊടുക്കുന്നു. അതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഷുഗർ ഇൻഡസ്ട്രി, സിമെൻറ്റ്, കോട്ടൺ ടെക്സ്റ്റൈൽ, ഇതൊക്കെ എന്താണ്? റോ മെറ്റീരിയലിനെ ഒരു ഫൈനൽ പ്രോഡക്റ്റാക്കി മാറ്റുന്നു. ഇതാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഇനി കൺസ്ട്രക്ഷൻ, അടുത്തത് നാലാമത്തത് ബിൽഡിങ്, ബ്രിഡ്ജസ്, ഡാംസ്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കാണുന്നു കൊമേഴ്സ്. യൂണിറ്റ് 1-ൽ തന്നെ കൊമേഴ്സ്. എന്താണ് കൊമേഴ്സ്? നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണല്ലോ. എന്താണ് കൊമേഴ്സ്? വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, കൊമേഴ്സ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ. വിഷമിക്കേണ്ട, ഏറ്റവും എളുപ്പത്തിൽ എന്താണ്? പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ്. 2 ആസ്പെക്റ്റ് ആണുള്ളത് കൊമേഴ്സിൽ. ഏതൊക്കെയാണ്? ഒന്ന് പർച്ചേസ് ആൻഡ് സെയിൽ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അടുത്ത് എന്താണ്? സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് ഗുഡ്സ്. തടസ്സമില്ലാതെ ഫ്ലോ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ എത്തിക്കുക വളരെ ലഘുവായ രീതിയിൽ, സ്മൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കൊമേഴ്സ്. അപ്പോൾ നമുക്കിവിടെ കൊമേഴ്സിനെ 2ആയിട്ട് തിരിക്കാം. കൊമേഴ്സ് ആക്ടിവിറ്റീസിനെ 2ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? ട്രേഡ്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ, അതാണ് ട്രേഡ്. വ്യാപാരം, പർച്ചേസ് ആൻഡ് സെയിൽ. ഓക്കെ. അടുത്ത് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന എന്തെല്ലാമാണ്? അതാണ് ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ സ്മൂത്ത് ആൻഡ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് ഗുഡ്സ്. അതാണ് വ്യാപാരത്തെ സഹായിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. ഇനി നമ്മൾ കാണാൻ പോവുകയാണ് എന്താണ് ട്രേഡ്. അപ്പോൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നു ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ, ബിസിനസ്സിൻ്റെ ഫീൽഡിൽ നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസാണ്. അതല്ല, ഇതെല്ലാം ട്രേഡിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ്. ഒരു വ്യാപാരത്തിൻ്റെ കീഴിൽ വരുന്ന വാങ്ങുക, വിൽക്കുക എന്നുള്ളത്. ഇനി അങ്ങനെ ചെയ്യുന്ന ഒരാളെ പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ട്രേഡ് ഈസ് കോൾഡ് എ ട്രേഡർ അല്ലെങ്കിൽ മിഡിൽമാൻ എന്ന് പറയുന്നു. ഇനി ട്രേഡിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. 2 ബ്രോഡ് കാറ്റഗറീസ്. ഒന്ന് ഇൻറ്റേർണൽ ട്രേഡ് ഉണ്ട്, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ട്രേഡ്. എന്താണ് ഇൻറ്റേർണൽ ട്രേഡ്? വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി യു ക്യാൻ കോൾ ഇറ്റ് ഇൻറ്റേർണൽ ട്രേഡ്. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ട്രേഡ്. അത് നമുക്ക് ഹോൾസെയിൽ ട്രേഡ് ഉണ്ട്, റീട്ടെയിൽ ട്രേഡ് ഉണ്ട്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്നതാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. എന്താണ് ഹോൾസെയിൽ? ലാർജ് ക്വാണ്ടിറ്റീസ് വാങ്ങുന്നതിനെയാണ് അല്ലേ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഇൻ റിലേറ്റീവ്ലി ലാർജർ ക്വാണ്ടിറ്റീസ് ഈസ് കോൾഡ് ഹോൾസെയിൽ ട്രേഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹോൾസെയിൽ. ഇനി റീട്ടെയിലോ, ദിസ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിങ് ഇൻ റിലേറ്റീവ്ലി സ്മോളർ ക്വാണ്ടിറ്റീസ്. ഇത്രയുമാണ്. അടുത്തത് എക്സ്റ്റേണൽ ട്രേഡ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഫോറിൻ ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്. ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നും പുറത്തേക്കുള്ള വിൽപ്പനയും വാങ്ങലും, അതാണ് എക്സ്റ്റേണൽ ട്രേഡ്. അത് 3ആയിട്ട് തിരിക്കാം. ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് റീ എക്സ്പോർട്ട് ട്രേഡ്. വളരെ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. എന്താണ് ഇമ്പോർട്ട്? വെൻ എ കൺട്രി ബൈസ് ഗുഡ്സ് ഫ്രം അനദർ കൺട്രി, മറ്റു രാജ്യത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു, അതാണ് ഇമ്പോർട്ട് ട്രേഡ് അല്ലേ. USA നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു, അതാണ് ഇമ്പോർട്ട് ട്രേഡ്. ഇനി എക്സ്പോർട്ട് ചെയ്യുന്നു, മറ്റു രാജ്യത്തേക്ക് കയറ്റി, ടു സെൽ ഗുഡ്സ് ടു അനദർ കൺട്രി. എക്സ്പോർട്ട്, നമ്മൾ USA അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നു, അതാണ് എക്സ്പോർട്ട് ചെയ്യുന്നു. 3-ാമത്തേതാണ് റീ എക്സ്പോർട്ട് ട്രേഡ്. ഇതിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും എൻട്രി പോർട്ട് ട്രേഡ്. അതായത് വേറൊരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, അതേ സാധനം മറ്റു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് റീ എക്സ്പോർട്ട് ട്രേഡ്. ഇത്രയും ഓർത്തിരുന്ന് പഠിക്കുക.
അടുത്ത് നമ്മൾ പഠിക്കുകയാണ് എയ്ഡ്സ് ടു ട്രേഡ്. ട്രേഡിനെ സഹായിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ? അഞ്ച് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അത് റോഡ് റെയിലുണ്ട്. എയർ ട്രാൻസ്പോർട്ടേഷൻ ബൈ എയറോപ്ലെയിന്, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ബോട്ട്, ഷിപ്പ്. ഇത്രയും ഓർത്തിരുന്ന് അതങ്ങ് എഴുതുക. അടുത്താണ് വെയർ ഹൗസിംഗ്. എന്താണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്? വെയർ ഹൗസിംഗ് ഈസ് റിക്കഗ്നൈസ്ഡ് ആസ് യെറ്റ് അനദർ എയ്ഡ് ടു ട്രേഡ്, അല്ലേ? നമ്മുടെ ട്രേഡിനെ സഹായിക്കുന്ന മറ്റൊരു വലിയ കാര്യമാണ്. എന്താണ് ഇത് റെഫേഴ്സ് ചെയ്യുന്നത്? എന്താണ് ഇത് ചെയ്യുന്നത്? ടു പ്രിസർവേഷൻ ഓഫ് ഗുഡ്സ് ടു മേക്ക് ദം അവൈലബിൾ ആസ് ആൻഡ് വെൻ നീഡഡ് ബൈ കൺസ്യൂമർ. ഇപ്പം നമ്മൾ അരിയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു, അതത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു, ആവശ്യമനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഇതാണ് വെയർ ഹൗസിംഗ്. അടുത്താണ് ഇൻഷുറൻസ്. നമ്മൾ നേരത്തെ കണ്ടു റിസ്ക്, അല്ലേ? തീപിടുത്തമോ മറ്റ് കാര്യങ്ങളൊന്നും നശിച്ചു പോയാലും നമുക്കതിൽ നിന്നും റിസ്ക് ഒഴിവാക്കാൻ നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ അതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രേഡിനെ സഹായിക്കുന്നു. അടുത്തത് അഡ്വർടൈസ്മെൻറ്റ്. പല രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് മാഗസിൻസിലൂടെ, അല്ല ന്യൂസ് പേപ്പേഴ്സിലൂടെ, ടി വി, റേഡിയോ, ഇപ്പം ബ്രോഡ് ചാനലാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇതെല്ലാം ഇതിലൂടെ എല്ലാം അഡ്വർടൈസിങ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രേഡിനെ സഹായിക്കുന്നു. അടുത്ത ബാങ്കിങ് ഫെസിലിറ്റി. നമുക്ക് ലോണും മറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന എന്ത് ചെയ്യുന്നു? അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1-ൽ കാണുന്നത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. പുസ്തകം വെച്ചൊന്ന് വായിച്ച് സ്വന്തമായിട്ട് നോട്ട് എഴുതുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയിൽ നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.